ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചി 300 ഡിഗ്രി ചലിക്കുമ്പോൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി ചലിക്കും? നമുക്ക് ആദ്യം മിനിറ്റ് സൂചിയുടെ കാര്യം എടുക്കുക. മിനിറ്റ് സൂചി, ഇത് മിനിറ്റ് സൂചിയാണ് സങ്കല്പിക്കുക. മിനിറ്റ് സൂചി ഇവിടുന്ന് ഇങ്ങോട്ട് കറങ്ങി ഇവിടെ എത്തുമ്പോൾ 1 മണിക്കൂറാവും. മിനിറ്റ് സൂചി ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ 1 മണിക്കൂറും ആവും, 360 ഡിഗ്രി ആവും. ഇപ്പം മിനിറ്റ് സൂചി 1 മണിക്കൂറിൽ 360 ഡിഗ്രി, അതായത് 1 മണിക്കൂർ പറയുമ്പോൾ 60 മിനിറ്റിൽ 360 ഡിഗ്രി. അപ്പോൾ 1 മിനിറ്റിൽ എത്രയേ? 360/60 6 ഡിഗ്രിയാണ്. മിനിറ്റ് സൂചി 1 മിനിറ്റിൽ 6 ഡിഗ്രി തിരിയും. അപ്പോൾ അതായത് 6 ഡിഗ്രി തിരിയാൻ 1 മിനിറ്റ് വേണം. 6 ഡിഗ്രി തിരിയാൻ 1 മിനിറ്റ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 1 ഡിഗ്രി തിരിയാനോ? 1/6 മിനിറ്റ്. അപ്പോൾ മിനിറ്റ് സൂചി 1 ഡിഗ്രി തിരിയുമ്പോഴേക്ക് സമയം എത്രയും? 1/6 മിനിറ്റ്. നമുക്ക് എത്ര ഡിഗ്രിയാണ് മിനിറ്റ് സൂചിയുടെ കാര്യം വന്നത്? 300 ഡിഗ്രി. അപ്പോൾ മിനിറ്റ് സൂചി 300 ഡിഗ്രി തിരിയാനോ? 300 × 1/6 ഇത് ഹരിക്കുമ്പോൾ 50 മിനിറ്റ്. അപ്പോൾ നമുക്ക് സമയം കിട്ടി 50 മിനിറ്റ്. അതായത് മിനിറ്റ് സൂചി 300 ഡിഗ്രി തിരിയുമ്പോഴേക്ക് മിനിറ്റ് സൂചി 300 ഡിഗ്രിയാണ് തിരിയണം. അപ്പോൾ എത്രയായി സമയം? 50 മിനിറ്റ്. ആ 50 മിനിറ്റ് കൊണ്ട് മണിക്കൂർ സൂചി എത്ര തിരിയും? അപ്പോൾ ഇനി മണിക്കൂർ സൂചിയുടെ കാര്യം നോക്കുക. മണിക്കൂർ സൂചി ഇവിടുന്ന് പുറപ്പെട്ട് ഒരു പ്രാവശ്യം തിരിഞ്ഞപ്പെടുത്തുമ്പോൾ 12 മണിക്കൂറാവും, 360 ഡിഗ്രി ആവും. അതായത് 12 മണിക്കൂറിൽ 360 ഡിഗ്രി. 12 മണിക്കൂറിൽ 360 ആണെങ്കിൽ 1 മണിക്കൂറിൽ 360/12 30 ഡിഗ്രി. 1 മണിക്കൂറിൽ 30 ഡിഗ്രി. അതായത് 1 മണിക്കൂർ പറഞ്ഞാൽ 60 മിനിറ്റിൽ 30 ഡിഗ്രിയാണ്. ഇത് നമുക്ക് 1 മിനിറ്റിൽ കാണുക. 1 മിനിറ്റിൽ 30/60 1/2 ഡിഗ്രി. അപ്പോൾ മണിക്കൂർ സൂചി 1 മിനിറ്റിൽ 1/2 ഡിഗ്രിയെ തിരിയുക. നമ്മുടെ സമയം എത്ര കിട്ടിയാണത്? 50 മിനിറ്റാണ്. 1 മിനിറ്റിൽ 1/2 ഡിഗ്രി ആണെങ്കിൽ 50 മിനിറ്റിൽ 1/2 × 50 25 ഡിഗ്രി. അതായത് മിനിറ്റ് സൂചി 300 ഡിഗ്രി കറങ്ങുമ്പോഴേക്കും മണിക്കൂർ സൂചി എത്ര കറങ്ങും? 25 ഡിഗ്രി കറങ്ങും.